ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത് ചൈനീസ് നിർമ്മിത മിസൈലുകൾ. പാകിസ്ഥാന്റെ ചൈനീസ് മിസൈലുകളെ ഒന്നൊഴിയാതെ തകർത്തെറിഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം, ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം. ചൈനീസ് നിർമ്മിതമായ PL-15 മിസൈലുകൾ, നൂറുകണക്കിന് PL-15 മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാൻ സേന ഇന്ത്യക്കുള്ളിലേക്ക് ആക്രമണം നടത്തിയത്. എന്നാൽ ഇന്ത്യയുടെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയുടെ ആ കളിപ്പാട്ടങ്ങളെ നിഷ്പ്രയാസം തച്ചുടച്ചു. ചൈനയുടെ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയും, ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ്. അതിനു സമാനമായ ഡ്യൂപ്ലിക്കേറ്റ് മിസൈലുകൾ പാകിസ്ഥാന് കൊടുത്ത് പാകിസ്ഥാന് ചതിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി ചൈന. പാകിസ്ഥാന് മിസൈൽ കൊടുത്തു, പാകിസ്ഥാന് എയർ ഡിഫൻസ് സിസ്റ്റം കൊടുത്തു. ഇത് രണ്ടും കൃത്യസമയത്ത് ഒരു ഗുണവും പാകിസ്ഥാൻ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പാകിസ്ഥാന് സ്വന്തമായി ഒന്നുമില്ല. പാകിസ്ഥാൻ ഇങ്ങനെ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ മിസൈലുകളും ഡ്രോണുകളും കടം വാങ്ങി ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നു. ഇന്ത്യ ആകട്ടെ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും തകർക്കുന്നു. എന്നിട്ടോ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആണവ ബങ്കറുകളെ, ന്യൂക്ലിയർ ബങ്കറുകളെ ഇന്ത്യ തകർക്കുന്നു. ഭൂമിക്കടിയിൽ മീറ്ററുകൾ താഴെ പാകിസ്ഥാൻ അതീവ രഹസ്യമായി സൂക്ഷിച്ചു നിർമ്മിച്ച പാകിസ്ഥാന്റെ ആണവ ബങ്കറുകൾക്ക് നേരെയായിരുന്നു ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ഇന്ത്യ പ്രയോഗിച്ചത്, ബ്രഹ്മോസ്. പാകിസ്ഥാന്റെ ഭൂമി കുലുങ്ങുമാറുള്ള പ്രകമ്പനമുണ്ടായി. പാകിസ്ഥാൻ ഭയന്നു വിറച്ചു. കാരണം ഇന്ത്യ അടുത്ത ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഒന്നടങ്കം ചാരമാക്കും. മെയ് മാസം 7-ാം തീയതി മുതൽ മെയ് മാസം 10-ാം തീയതി വരെ 4 ദിവസക്കാലം ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും, പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ 1000-ഓളം വരുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ പീരങ്കി ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകളുടെ ആക്രമണങ്ങൾ, ഇതിനെല്ലാം തകർത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആയുധങ്ങൾ കൊണ്ടായിരുന്നു. അതാണ് ഇന്ത്യയുടെ സൈനിക കരുത്ത്. ഇന്ത്യയുടെ ആകാശ് മിസൈൽ, ഇന്ത്യയുടെ ബ്രഹ്മോസ്, ഇന്ത്യയുടെ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റം, ഇവയെല്ലാം തന്നെ ലോകത്തെ ഒന്നാം കിട രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം കിടപിടിക്കുന്നതാണെന്ന് ഒരിക്കൽ കൂടി ഇന്ത്യ തെളിയിച്ചു. ഇന്ത്യ ഒരു വലിയ ആയുധ കയറ്റുമതി രാജ്യമായി മാറാൻ പോകുന്നു. അമേരിക്കയുടെ താഡ് ബാറ്ററി സിസ്റ്റത്തെ, ഇസ്രായേലിന്റെ അയൺ ഡോമിനെയൊക്കെ തന്നെ പിടിച്ചു കെട്ടുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന, അതിൻ്റെയൊക്കെ കരുത്തിനെ മറികടക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്ക് ഇന്ന് സ്വന്തമായിട്ടുണ്ട്. ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നാലും, മിഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നാലും, ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നാലും ഇന്ത്യയുടേത് ലോകത്തെ ഒന്നാം കിട രാജ്യങ്ങളുടേതിന് സമാനമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവിടെയാണ് ഏറ്റവും രസകരമായ പാകിസ്ഥാന്റെ അവസ്ഥ. പാകിസ്ഥാന് സ്വന്തമായ ആയുധങ്ങളില്ല. പാകിസ്ഥാൻ ഉള്ളത് ഇറാനോ ചൈനയോ തുർക്കിയോ ഒക്കെ കൊടുക്കുന്ന രണ്ടാം കിട ആയുധങ്ങൾ. ഈ രണ്ടാം കിട ആയുധങ്ങൾ ഷഹീദ് 2 അടക്കമുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നു. പാകിസ്ഥാന്റെ വ്യോമ പരിധി കടക്കുന്ന ആ നിമിഷം തന്നെ ഇന്ത്യയുടെ ഇന്റർസെപ്റ്ററുകൾ അതിനെ അടിച്ച് തീർക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും വഴിതിരിച്ചു വിട്ട 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ തകർത്തെറിഞ്ഞത്. അതിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. ഇതുകൂടാതെ പാകിസ്ഥാന്റെ മിറാഷ് യുദ്ധവിമാനത്തെ ഇന്ത്യ തകർത്തു. ചൈനീസ് നിർമ്മിതമായ J-17, പാകിസ്ഥാന് ചൈന നൽകിയ J-17 യുദ്ധവിമാനം, അതിനെ ആദ്യ ദിവസം തന്നെ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി. അങ്ങനെ പാകിസ്ഥാന്റെ ഒരുവിധപ്പെട്ട എല്ലാ ആക്രമണങ്ങളെയും മുളയിലേ നുള്ളുന്ന പ്രത്യാക്രമണമായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. അതിൽ ഇന്ത്യക്ക് ഏറ്റവും സഹായകമായത് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളായിരുന്നു. ഇന്ത്യക്ക് ഇപ്പോൾ ആയുധങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടേണ്ടതില്ല. അത്യാധുനികമായ ആയുധങ്ങൾ ഇന്ത്യ സ്വയമായി നിർമ്മിക്കുന്നു. DRDO തന്നെ ഇന്ത്യക്ക് വേണ്ടിയുള്ള നിരവധി ആയുധങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു.
അദാനി നിർമ്മിച്ചു നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിലുടനീളം ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഈയാമ്പാറ്റകളെ പോലെ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ ഇന്ത്യയുടെ ഡ്രോണുകളുടെ കരുത്തിന് മുന്നിൽ പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാന്റെ ലാഹോർ വരെ പോയി അടിച്ചു തിരിച്ചു വന്ന ഇന്ത്യയുടെ ഡ്രോണുകൾ തദ്ദേശീയമായി അദാനി കോർപ്പറേഷൻ നിർമ്മിച്ച് ഇന്ത്യയുടെ വ്യോമസേനയ്ക്കും ഇന്ത്യയുടെ കരസേനയ്ക്കും നൽകിയ ഡ്രോണുകളാണ്. അതാണ് ഇന്ത്യയുടെ സൈനിക കരുത്ത്. മിസൈൽ ഉൽപാദന മേഖലയിൽ, മിസൈൽ നിർമ്മാണ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ വരുത്തിയ മാറ്റമാണത്. ഡ്രോൺ നിർമ്മാണ മേഖലയിൽ, റോക്കറ്റ് നിർമ്മാണ മേഖലയിൽ, അങ്ങനെ ഒരുവിധപ്പെട്ട ആയുധ നിർമ്മാണ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ അതിൻ്റെ കരുത്ത് നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ കുന്തമുനയിടിച്ച ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ച് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച നിർമ്മിച്ച മിസൈലുകളാണ്. പാകിസ്ഥാന്റെ മിസൈൽ സംവിധാനത്തിനൊക്കെ ഇന്ത്യയുടെ മിസൈലുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ സേനാ മേധാവിമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ ഇന്ത്യൻ സേന തകർക്കുന്ന ദൃശ്യങ്ങളും ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾ പുറത്തുവിട്ടു. നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ നൽകുന്ന തിരിച്ചടിയും റഹീമ ഖാൻ വിമാനത്താവളത്തിൽ റൺവേ ഇന്ത്യൻ സേന തകർത്തതിന്റെ ദൃശ്യങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ഫയർവാൾ തകർക്കാൻ പാകിസ്ഥാന് ഒരിക്കലും കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ DGMO വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ ചൈനയിലും തുർക്കിയിലും നിർമ്മിച്ചവയാണ്. സാങ്കേതികമായി വലിയ കഴിവൊന്നുമില്ലാത്ത ഈ ഡ്രോണുകളെ ഇന്ത്യ നിഷ്പ്രയാസം ഇന്ത്യയുടെ അതിർത്തിയിൽ വെച്ച് തകർത്തു. ഒരു ദിവസം തന്നെ 400-ലധികം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ടത്. വലിയ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾ പക്ഷേ സാങ്കേതികമായി വലിയ മേന്മയുള്ളവയല്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഇതിന് കഴിയില്ല എന്നുള്ളത് പലതവണ തെളിയിച്ചതാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ 7 അയലത്ത് പോലും എത്താൻ ഈ ഡ്രോണുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം വെളിപ്പെടുത്തുന്ന വിവരങ്ങളിലുള്ളത്. പാകിസ്ഥാൻ ഉപയോഗിച്ച നിരവധി ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളും കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് കഴിഞ്ഞുവെന്ന് എയർ മാർഷൽ AK ഭാരതി വ്യക്തമാക്കി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങളും മികച്ച പരിശീലനം നേടിയ നാവിക പ്രതിരോധ സേനയും ശക്തമായി തന്നെ തിരിച്ചടിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് വിജയകരമായാണ് ഉപയോഗിച്ചതെന്ന് എയർ മാർഷൽ വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ ഇന്ത്യയുടെ സേന പരമാവധി ശ്രമിച്ചുവെന്നും സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭീകരവാദികൾക്ക് വേണ്ടി പാക് സേന ഇടപെട്ടതാണ് പാക് സേനയ്ക്കുള്ള തിരിച്ചടിക്ക് കാരണമെന്നും ഇന്ത്യയുടെ സേനാ തലവന്മാർ വ്യക്തമാക്കി. ഇതില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ പ്രതികരിക്കില്ലായിരുന്നു. പാകിസ്ഥാനിലെ ഭീകരന്മാർക്ക് വേണ്ടി പാകിസ്ഥാൻ സേന രംഗത്തിറങ്ങിയതോടുകൂടിയാണ് ഇടപെടാൻ ഇന്ത്യ നിർബന്ധിതമായത്.